എൻ്റെ പേര് മിലേനിയ മരിയ വിൻസെൻ്റ്. ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ഇടവാക അംഗമാണ്. ഞാനൊരു ഡോക്ടറാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഹെൽത്ത് സർവീസിൽ ADMO പ്രൊബേഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. കൃപാസനത്തിലൂടെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സാക്ഷ്യം താമസിച്ചു പോയതിൽ ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അമ്മയാണ് കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത്. 2018 അമ്മ ഉടമ്പടി എടുത്തത്. അതിനുശേഷം അമ്മ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിലൂടെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വഴി ഒത്തിരി നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുകയും എനിക്കത് സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ 3rd ഇയറിലെ MBBS പരീക്ഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ 1st ഇയറും 2nd ഇയറും ഒക്കെ MBBSന് ഡിസ്റ്റിങ്ഷൻ കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഒത്തിരി നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് 2nd ഇയറൊക്കെ വളരെ കുറച്ച് മാർക്കുള്ള വ്യത്യാസത്തിലായിരുന്നു ഡിസ്റ്റിങ്ഷൻ പോയത്. പക്ഷേ 3rd ഇയർ വന്നപ്പോൾ കോവിഡിൻ്റെ സമയമായി. കുറേ കാലം കോളേജൊക്കെ അടിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഒരു 2-3 മാസമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. എക്സാം കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ കിട്ടുമോ എന്നൊക്കെ കരുതിയിരുന്ന ആൾ മാധവേ പാസ്സാവുമോ ഫെയിലാവുമോ എന്ന ടെൻഷനായിരുന്നു എനിക്ക് ആ സമയത്ത് കൂടുതലും. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആദ്യം മാതാവിനോട് പാസ്സാക്കിയാൽ മതി മാതാവേ എന്ന് കരുതി നിയോഗം ഇടാനായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയല്ലേ, അപ്പോൾ കുറയ്ക്കണ്ട, ഡിസ്റ്റിങ്ഷൻ തന്നെ ചോദിക്കാം മാതാവിനോട്. എന്നിട്ട് ഞാൻ ഡിസ്റ്റിങ്ഷൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. എന്നിട്ട് പിന്നെയും ഞാനിങ്ങനെ ഒന്നുകൂടെ എനിക്ക് മാതാവേ 77% തരണം, 75 above ആണ് ഡിസ്റ്റിങ്ഷൻ, അപ്പോൾ 77 വേണം മാതാവേ എന്ന് പറഞ്ഞ് എൻ്റെ ബൈബിളിൽ ഞാൻ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വെക്കേഷന് വീട്ടിലൊക്കെ വന്നു. അതിനുശേഷമായിരുന്നു റിസൾട്ട് വന്നത്. അപ്പോൾ ഞാനും പപ്പയും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. ശരിക്കും ഫെയിൽ ആവുമെന്ന് പേടിച്ച് ഞാൻ റിസൾട്ട് തുറന്നു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ഡാഡ എന്നോട് തുറക്കെന്ന് പറയുന്നെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഡാഡയോട് ഇങ്ങനെ ഡാഡ ഞാൻ എന്തായാലും ഒരു സബ്ജക്റ്റ് എന്തായാലും എനിക്ക് പോവും, ഡാഡ വിഷമിക്കരുത്, ഞാൻ എഴുതിയെടുത്തോളാം എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ റിസൾട്ട് നോക്കിയത്. എന്നിട്ട് ആദ്യമേ തന്നെ മാർക്കൊക്കെ നോക്കുന്നതിന് മുന്നേ പാസ്സാണോ ഫെയിലാണോ എന്ന് റിസൾട്ട് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അതിലേക്ക് എത്തിയപ്പോൾ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് വെച്ചിട്ട് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ മെറിറ്റിൽ ഞാൻ കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് 1st ഇയർ 2nd ഇയർ ഒക്കെ ട്രൈ ചെയ്തപ്പോൾ എനിക്കൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ 3rd ഇയർ എനിക്ക് ഒരു മെറിറ്റും ഇല്ല. കാരണം എക്സാം നല്ല പാടായിരുന്നു എന്നൊക്കെ വെച്ചപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവ് എന്നെ ആ എക്സാമിന് ഞാൻ ചോദിച്ച പോലെ തന്നെ പിന്നെ ഞാൻ മാർക്സിൻ്റെ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ കൃത്യം 77% നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങളുടെ കോളേജിൽ ബോണ്ട് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ 2 വർഷം ബോണ്ടുണ്ട്, ആ രീതിയിൽ പോവും. അപ്പോൾ 2 വർഷത്തേക്ക് പ്രത്യേകിച്ച് എൻ്റെ കരിയർ വൈസോ എഡ്യൂക്കേഷൻ വൈസോ എനിക്ക് വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം 2 വർഷം ബോണ്ടുണ്ട്, അത് ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ എൻ്റെ ബോണ്ട് സെൻറ്ററിൽ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ പോകുമ്പോൾ സമയത്തായിരുന്നു ഞാൻ നീറ്റ് PGയുടെ എക്സാമൊക്കെ ഞാൻ വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്തിരുന്നു. നീറ്റ് PG എക്സാമും അതുപോലെ തന്നെ UPSCയുടെ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാമും. രണ്ടും ഞാനൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോയി ഒന്ന് എഴുതി നോക്കിയ എക്സാംസ് ആയിരുന്നു. അതിനുശേഷം ബോണ്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യമേ നീറ്റ് PGയിൽ അധികം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റാങ്ക് വന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന PG ബ്രാഞ്ചിന് എനിക്ക് ആ റാങ്ക് മതിയാകില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാത്ത ബാക്കി ബ്രാഞ്ചസ് എനിക്ക് ആ റാങ്കിൽ ലഭിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും നീ PGക്ക് ജോയിൻ ചെയ്യാൻ നോക്ക് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല എന്നൊരവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ഈ എക്സാം ആയാലും കഴിഞ്ഞ കൊല്ലം ജൂലൈ 13 എൻ്റെ UPSCയുടെ എക്സാം നടന്നത്. അന്ന് ഞാൻ എക്സാമിന് പോയ സമയത്തായാലും ഞാനൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവളെ കാണാം. മോർണിംഗ് ആഫ്റ്റർനൂൺസ് 2 സെക്ഷനുണ്ട് എക്സാം. അപ്പോൾ മോർണിംഗ് സെക്ഷന് ഞാൻ കയറിയ സമയത്ത് ഞാൻ വളരെ അലസമായിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല, ബോണ്ട് ചെയ്താലേ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ കാര്യമായി അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എക്സാമിന് കയറിയ സമയത്ത് ഡാഡയും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ കാറിലിരുന്ന് കൊന്തെല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ കൃപാസനം മാതാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലൊരു ദർശനം ലഭിച്ചു.
അപ്പോൾ അമ്മ ഇങ്ങനെ അപ്പം ഡാഡിയോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പിൽ മാതാവിനെ കാണുന്നുണ്ട്, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബല്ല UPSCയുടെ, ഇത് മിക്കവാറും അവർക്ക് കിട്ടുമായിരിക്കും എന്ന് അമ്മ പപ്പയോട് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്ന സമയത്ത് എന്നോടും ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു, ആഫ്റ്റർനൂൺ സെക്ഷൻ നീ ശ്രദ്ധിച്ച് എഴുതണം, മാതാവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കിട്ടിയിട്ട് എന്താ കാര്യം, സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല. എൻ്റെ 10th തൊട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കോളേജിൻ്റെ കയ്യിലാണ്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ല. പിന്നെ മാതാവ് തന്നാലും എന്താ കാര്യം, എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, കൂടുതൽ വിഷമിക്കാനല്ലേ പറ്റുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അമ്മ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ച് സെക്കൻഡ് സെഷനും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. എക്സാം ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തേ പോയത്. ഒരു വീക്കിൽ ഞാൻ ലീവ് എടുത്തിരുന്നു, പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പനി പിടിച്ച് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എനിക്ക് പ്രിപ്പറേഷൻ ഒന്നും നടന്നിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും കിട്ടില്ലായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇങ്ങനെ പല PG അലോട്ട്മെൻറ്റുകളൊക്കെ വന്നു. അപ്പോൾ കുറച്ച് ചില അലോട്ട്മെൻറ്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ബാക്കി റൗണ്ടുകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കേരളത്തിൻ്റെ ഒക്കെ. അപ്പോൾ എന്തായാലും സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കാമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി എന്നാൽ അങ്ങനെ നോക്കാമെന്നുള്ള രീതിയിൽ ഞാനും തീരുമാനിച്ചു. കോളേജിൽ ആദ്യം പോയി സംസാരിച്ചു. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെന്തായാലും സാധിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ബോണ്ട് തുടങ്ങുന്നതിന് മുൻപേ തന്നെ കേസ് ഫയൽ ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശരി കേസ് ഫയൽ ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ കോളേജിനെ അറിയിച്ച് കേസ് ഞാൻ ഫയൽ ചെയ്തു. പക്ഷേ കേസ് ഫയൽ ചെയ്തിട്ടും അതും എമർജൻസി പെറ്റീഷനായിട്ടായിരുന്നു ഫയൽ ചെയ്തത്, കാരണം PG അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയമായതുകൊണ്ട്. പക്ഷേ കേസ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് UPSCയുടെ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ടും വന്നു. ഞാനപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ ഒട്ടും കാര്യമായി എടുത്തില്ല, എനിക്ക് കിട്ടുമെന്ന് പോലും ഞാൻ കരുതിയില്ല. അപ്പം അമ്മ തന്നെയാണ് എന്നോട് ഇങ്ങനെ സൈറ്റിൽ നോക്കി ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര കെയർലെസ്സായി നോക്കിയിട്ട് എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോഴേക്കും എൻ്റെ അനിയത്തി ഇത് കണ്ടിട്ട് നീ എന്തിനാ ഇത്ര കെയർലെസ്സായിട്ട് നോക്കുന്നേ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റോൾ നമ്പർ ആ റിട്ടേൺ ലിസ്റ്റ് ക്വാളിഫൈ ചെയ്തവരുടെ റോൾ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ എനിക്കിങ്ങനെ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നൊരിതായി. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ ഹോളിഡേയ്സ് ലീവായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നുകൂടി. ആ സമയത്തൊക്കെ ഞാൻ ഒരു തവണ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ അവിടെ അറ്റത്തുള്ള സ്റ്റെയറിൻ്റെ ഏറ്റവും മുകളിലാണ് ഇരുന്നിരുന്നത്. അന്ന് ശരിക്കും ഇങ്ങനെ 2 ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട്. അപ്പോൾ അത് ഏത് ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. 2 മാതാവ് തന്നെയാണ്, പക്ഷേ 2നും സർട്ടിഫിക്കറ്റ് വേണം. ഒന്നിപ്പം എൻ്റെ കയ്യിൽ ഒട്ടും ഇല്ല. അപ്പോഴേക്കും ഈ 3rd ഇയർ എക്സാമിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കര സ്ട്രെസ്സായ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലൊരു വചനം വരുമായിരുന്നു. ആദ്യമേ എനിക്ക് ഇത്രയാണ് എൻ്റെ മനസ്സിലിങ്ങനെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഒത്തിരി വചനങ്ങളൊക്കെ എനിക്കറിയാവുന്ന വ്യക്തി, പക്ഷേ ഈ ഒരു വചനം ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ അത് 2 കൊറിന്തോസ് 12:9 ആയിരുന്നു. അതിനുശേഷം ഞാനത് പോയി കണ്ടുപിടിച്ച് ആ വചനം ഇങ്ങനെയായിരുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന്. അപ്പോൾ 3rd ഇയർ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അന്ന് ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്തും എനിക്ക് പിന്നെയും ഈ വചനം ഇങ്ങനെ മനസ്സിലേക്ക് വരുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ശരി കർത്താവ്, 10th സർട്ടിഫിക്കറ്റ് പോലും എൻ്റെ കയ്യിലില്ല, എങ്ങനെയാണ് PG അലോട്ട്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ പോകുന്നത്, ഒന്നും എനിക്കറിയില്ല, കംപ്ലീറ്റ് ക്ലൂലെസ് ആയിട്ട് നിൽക്കുകയാണ്, ഒന്നുമില്ല, മെറിറ്റിൻ്റെ ഒന്നുമില്ല, എല്ലാം നീ തന്നാലേ ഉള്ളൂ. എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിനുശേഷം ഇങ്ങനെ ഞാൻ അന്യസംസ്ഥാനത്തായിരുന്നു എൻ്റെ MBBS ചെയ്തത്. അപ്പോൾ അവിടുത്തെ അലോട്ട്മെൻറ്റിന് എനിക്ക് പങ്കെടുക്കാമായിരുന്നു NEET PGയുടെ. അപ്പോൾ അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡാഡയാണ് വന്നാണ് ഞങ്ങളങ്ങനെ കൊണ്ടുപോയത്. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പം 10th എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിൽ വരണം. അപ്പം ഞാനൊരു ഫയൽ എടുത്തു, എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വെച്ചു. പക്ഷേ എൻ്റെ 10th +2 ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, എൻ്റെ MBBSൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിൽ ഒന്നും തന്നെ അതിലില്ല. അപ്പോൾ അതിൽ പോകുന്നത് ശരിക്കും കാര്യമില്ല എന്നെനിക്ക് മനസ്സുകൊണ്ട് എനിക്കറിയായിരുന്നു. കാരണം ആരിത് കണ്ടായാലും എന്തിൻ്റെ ബേസിസിൽ അടുത്ത റൗണ്ടിലേക്ക് അലോട്ട്മെൻറ്റിന് എഗ്രി ചെയ്യുന്നത് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാനപ്പോൾ അത്രയും വിഷമിച്ചാണ് ആ എക്സാമിനേഷൻ അതോറിറ്റിയുടെ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ്സിൻ്റെ വെരിഫിക്കേഷനായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ പോകുന്നതിന് പപ്പയൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പപ്പയ്ക്ക് ആ സമയത്ത് കാലൊക്കെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഡാഡ ഇങ്ങനെ ഞൊണ്ടി നടന്ന് എൻ്റെ കൂടെ വന്ന് കാല് ഭയങ്കര വേദനയായിട്ടപ്പം ഡാഡേനെ ഇത്രയും ബുദ്ധിമുട്ടിച്ചു, ഒന്നും നടക്കില്ല, അവരിത് കണ്ടുകൊണ്ട് ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ച് എന്നെ പറഞ്ഞു വിടുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. എന്നിട്ട് ഞാൻ ആ വെരിഫിക്കേഷൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി.
അപ്പോൾ ആദ്യത്തെ ഒരു റോയിൽ ഞാനിരുന്നു. അപ്പോഴേക്കും എന്നോട് ഉള്ളിൽ നിന്ന് ആരോ പറയാം അവിടെ ഇരിക്കരുത്, തേർഡ് റോയിൽ പോയി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ എണീറ്റ് തേർഡ് റോയിലേക്ക് പോയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ടേൺ വന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന സാർ എൻ്റെ ഫയൽ വാങ്ങി. അപ്പോൾ ഇതിന് മുൻപേ ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകളിൽ തൈലം പൂശി ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാലിയായിട്ടുള്ള ചില ലീഫ്ലെറ്റ്സിൻ്റെ അവിടെയും ഞാനിങ്ങനെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒപ്പിട്ടു. എന്നിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചായിരുന്നു അന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ 10th തൊട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കോളേജിൻ്റെ ലോക്കറിൽ ഇരിക്കുകയാണ്, അത് ഈ ഫയലില്ല. പക്ഷേ ആ വെരിഫൈ ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അതിനകത്ത് കാണണേ മാതാവിനെ എന്ന് ഭയങ്കര വിഷമിച്ച് അത്രയും ഇതായിട്ടായിരുന്നു ഞാനന്ന് പ്രാർത്ഥിച്ചത്. എന്നിട്ട് ആ വെരിഫൈ ചെയ്യുന്ന ആളുടെ മുന്നിലേക്ക് ഞാൻ എത്തി. പുള്ളി എൻ്റെ ഫയലൊക്കെ ഫുൾ മറിച്ച് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കോളേജിൻ്റെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് NMCയുടെ കോളേജ് റെക്കഗ്നൈസ്ഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല, അത് പ്രിൻ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അത് പക്ഷേ പുള്ളി ഇല്ലാത്ത ഏറ്റവും ചെറിയൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. ഈസി ആയിട്ടൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് പ്രിൻ്റ് കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഫയൽ വാങ്ങി തിരിച്ചിറങ്ങി. അപ്പം ഞാൻ ഞെട്ടില്ല. പുള്ളി ബാക്കി സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം എന്താ ശ്രദ്ധിക്കാഞ്ഞതാണോ, എന്താ സംഭവിച്ച മാതാവ്, എൻ്റെ ഭാഗ്യമാണോ, എന്താ മാതാവ് ഇങ്ങനെയെന്ന് ഞാൻ ആകെ കൺഫ്യൂഷനായിട്ട് ഞാൻ പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് സാറ് ചോദിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് മാതാവ് പിന്നെയും പുള്ളീനെ കൊണ്ട് ആ ഫയൽ മൊത്തം പുള്ളി ഒന്നുകൂടെ മറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്നെ 10th തൊട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി ഇങ്ങനെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പ് നമുക്ക് തരും. അപ്പോൾ വെരിഫിക്കേഷൻ ഡൺ, ഓൾ ഡോക്യുമെൻറ്റ്സ്, ഓൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട്, അപ്പോൾ അതിൽ എൻ്റെ 10th ഉം 12th ഉം MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്തിട്ട് പുള്ളി എനിക്ക് തിരിച്ചു തന്നു. അത് ഭയങ്കര വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ ശരിക്കും അന്ന് പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിച്ചത്, മാതാവേ, ഇന്ന് ഇവിടെ നിന്നൊരു ഞാൻ ആദ്യം അവരോട് സംസാരിച്ച് നോക്കാം, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും, അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് എന്നെ അലോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് എന്നൊക്കെ കരുതിയാൽ പോയേ. അപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അത് ഇന്ന് പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ കേസ് ഞാൻ വിഡ്രോ ചെയ്യും, ഞാൻ അതിൻ്റെ പുറകെ പോവില്ല, ബോണ്ട് തന്നെ ചെയ്യും. അങ്ങനെ എനിക്കിങ്ങനെ പപ്പേനെ മമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. കേസിൻ്റെ പേരിലും പൈസ പോകുന്നുണ്ട്, ഇങ്ങനത്തെ അലോട്ട്മെൻറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ ഇനി ഇതിൻ്റെ പുറകെ പോവില്ല മാതാവേ, അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് തരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു കയറിയത്. പക്ഷെ അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം കേസ് അതിനുശേഷം സ്പീഡപ്പ് ആവാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം പൂജ ഹോളിഡേയ്സിന് ജസ്റ്റ് കോർട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യണമെന്ന് വാക്കാൽ കോർട്ടിൽ ഒരു തീരുമാനമായി. എന്നിട്ട് അതിനുശേഷം ഒക്ടോബർ 27 ഞാൻ സർട്ടിഫിക്കറ്റ്സ് വാങ്ങി നേരെ ഇവിടെ ഒക്ടോബർ 28 കഴിഞ്ഞ വർഷം ഇവിടെ ജവമാല റാലി ആ സമയത്തായിരുന്നു. നേരെ വന്ന് ഞാൻ റാലിയിൽ പങ്കെടുത്ത മാതാവിന് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് ഏത് സമയത്തായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ സമയത്ത് തന്നെ മാതാവ് എനിക്ക് തന്നത്. കാരണം അതിന് തൊട്ട് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ PG അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പം എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ബ്രാഞ്ചസ് ആയിരുന്നു നീറ്റ് PGയിൽ എനിക്ക് വന്നിരുന്നത്. പക്ഷെ നല്ല ബ്രാഞ്ചസാണ്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ബ്രാഞ്ചസാണ്, അപ്പോൾ ആരും അത് പെട്ടെന്ന് കളയില്ല, അങ്ങനത്തെ ബ്രാഞ്ചസ് ആയിരുന്നു. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് മുന്നേ ഒരാഴ്ച മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ PGക്ക് പോയേനെ. പക്ഷെ അത് ഓർത്ത് പിന്നെ ഞാൻ വിഷമിക്കുകയും ചെയ്തേനെ, കാരണം എനിക്ക് താല്പര്യമുള്ള മേഖലയായിരുന്നില്ല എനിക്ക് PG കിട്ടിയിരുന്നത്. പക്ഷേ കൃത്യം മാതാവ് അതിനുശേഷവും എൻ്റെ UPSCയുടെ ഇൻ്റർവ്യൂവിന് ഒരാഴ്ച മുന്നേയും എനിക്ക് സർട്ടിഫിക്കറ്റ് തന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ വർഷം നവംബറിൽ. എന്നിട്ട് അന്ന് എനിക്ക് മാതാവിൻ്റെ രൂപം പിടിക്കാൻ കിട്ടി. ഞാൻ ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ നടന്നത്, ഡൽഹിക്ക് പോവാണ്, മാതാവ് കൂടെ വരണം. ഞാൻ പൊതുവേ കുറച്ച് ടെൻഷനും പേടിയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ടെൻഷനായി കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല, മാതാവ് എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് വരണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ അന്ന് ഉടമ്പടി മെയിനായിട്ട് എടുത്തത്. എന്നിട്ട് മാതാവിനെ എനിക്ക് പിടിക്കാൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുകയും ചെയ്തു. മാതാവ് എന്തായാലും എൻ്റെ കൂടെ വരും എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേയുടെ സമയത്തായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എനിക്ക് കിട്ടും, കേക്കൊക്കെ കട്ട് ചെയ്യും, അങ്ങനെ. അപ്പം ഡൽഹിയിലായതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് അന്ന് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, ഇന്നലെ എനിക്ക് ഇവിടെ വെച്ച് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല, നീ കണ്ടല്ലോ, നീ എനിക്ക് ഇത്തവണ ഈ ജോലി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഉറപ്പായിട്ടും തന്നിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ മാതാവ് തന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്നായിരുന്നു ഞാൻ പുറത്ത് വന്ന് പേരൻസിനോടൊക്കെ പറഞ്ഞത്. അതിനുശേഷം
ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പോന്നു. പ്രാർത്ഥനയെല്ലാം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആയിട്ട് പോലും ഇങ്ങനെ എക്സാം റിസൾട്ട് പബ്ലിഷ് ആവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ അടുത്ത വർഷത്തേക്കുള്ള PGയുടെ പരിശീലനത്തിനായിട്ട് ജോലി റിസൈൻ ചെയ്ത് PG കോച്ചിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ റെസിഗ്നേഷൻ കൊടുത്തു. December 8th ആയിരുന്നു എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അപ്പോൾ അതിൻ്റെ തലേന്ന് ഒരു December 7th ഞാനിങ്ങനെ മാതാവിനോട് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ ശരിക്കും വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ PG പ്രിപ്പറേഷൻ ഞാൻ പോവാം, 6 months കൊണ്ട് എനിക്ക് മെഡിസിൻ ബ്രാഞ്ചസ് ആയിരുന്നു ഇഷ്ടം, മെഡിസിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വർഷം ഞാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് MBBSൻ്റെ സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനായിരുന്നു അത് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 1.5 കൊല്ലത്തേക്കും ഡാഡ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യേണ്ടി വരും, ഡാഡയ്ക്ക് ഇത് പാടല്ലേ, ഞാൻ ബുദ്ധിമുട്ടിക്കല്ലേ മാതാവേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ചായിരുന്നു ഞാൻ അന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക, നീ UPSCയുടെ സൈറ്റ് എടുത്ത് നോക്കുക, റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പം ഞാൻ രാത്രി തന്നെ എനിക്ക് 12-1 മണിയോളം ആയെന്ന് തോന്നുന്നു. ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും റിട്ടേണും ഇൻ്റർവ്യൂ ഒക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നു. ഞാൻ ആ എക്സാമിന് ക്വാളിഫൈ ആയി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്ത്യൻ റെയിൽവേ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഡോക്ടറായിട്ട്. മാതാവാണ് ശരിക്കും ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെ എന്നെ ആ കൈ പിടിച്ച് നടത്തിയത്. കാരണം ഈ എക്സാമിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എഴുതുന്നുണ്ട്, ഫ്രണ്ട്സിനെ കാണാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് ശേഷം ഇവിടുന്ന് PGക്ക് പോകാൻ പറ്റും, നല്ല സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, സാലറി നല്ല രീതിയിലുണ്ട്, ഒന്നും എനിക്കറിയില്ലായിരുന്നു. മാതാവാണ് ശരിക്കും എന്നെ കൈ പിടിച്ച് വഴി നടത്തിയത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ഹെൽത്ത് സർവീസിലാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ UPSC വഴി എടുക്കുന്ന ഒരു ജോബാണ്, ഗസറ്റഡ് പോസ്റ്റാണ്. 1 ലക്ഷത്തിന് മുകളിൽ എനിക്ക് സാലറി വരുന്നുണ്ട്. യൂഷ്വലി MBBS ഡോക്ടേഴ്സിന് നാട്ടിൽ അങ്ങനെ അത്രയും കിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഹെക്റ്റിക്ക് ഡ്യൂട്ടി എടുക്കേണ്ടി വരും. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ സർവീസിൽ നിന്ന് തന്നെ PGക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, വിത്ത് സാലറി പോവാം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉള്ളൊരു ജോബിലേക്കാണ് മാതാവ് എന്നെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പോയി പരീക്ഷ എഴുതിയൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ 5ാമത്തെ വയസ്സിൽ ഞാൻ വീണിട്ട് എൻ്റെ ചുണ്ടിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചുണ്ടിൻ്റെ അവിടെ സ്വെല്ലിംഗ് ഒക്കെ വന്ന് കുറച്ച് മാംസം താഴേക്ക്, ഞാൻ ചിരിക്കുമ്പോൾ അത് അറിയാമായിരുന്നു, കുറച്ച് മാംസം താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പോലെ, ഒരു ഇറഗുലാരിറ്റി പോലെ നല്ല രീതിയിൽ അറിയാമായിരുന്നു. അപ്പം ഞാൻ യൂഷ്വലി പല്ല് കാണിച്ച് ചിരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വട്ടം പുതുക്കി കഴിഞ്ഞ സമയത്ത് എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എനിക്കായിട്ട് ഞാനിങ്ങനെ മാതാവിനോട് രോഗസൗഖ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, ചുണ്ടിൻ്റെ കാര്യം പ്രാർത്ഥിക്കാമെന്ന് എനിക്കങ്ങനെ തോന്നി. അപ്പം ഞാൻ അതിന് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ കൺസൾട്ട് ചെയ്ത സമയത്ത് ജനറൽ അനസ്തീഷ്യൻ അണ്ടറിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നോട് പറഞ്ഞു, സർജറി ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ജനറൽ അനസ്തീഷ്യ വേണ്ടാന്നൊരു തീരുമാനത്തിലെത്തി ഞാൻ ചെയ്യാതിരുന്നൊരു സർജറി ആയിരുന്നു അത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും സായന പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം എൻ്റെ ചുണ്ടിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ സൈസ് ഒത്തിരി കുറഞ്ഞു വന്നു. എൻ്റെ പഴയ ഞാനിങ്ങനെ ചിരിക്കുന്ന ഫോട്ടോസിലൊക്കെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്വെല്ലിങ് പോലെ കാണാം. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചിരിക്കുമ്പോൾ അത്രയും എവിഡൻ്റായിട്ട് ആർക്കും അത് കാണാൻ പറ്റില്ല. അതിനുശേഷം എനിക്ക് നിരവധി സമയങ്ങളിൽ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ആ ഹാളിൽ ഇരിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചത്. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് മാതാവിനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ നന്നായിട്ട് വിഷമിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് മാതാവിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ന്യൂമോണിയ പോലെ സ്റ്റാർട്ടിങ് പോലെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് അമ്മ അഡ്മിറ്റ് ആവാതെ വീട്ടിൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്ത് വയ്യാതിരിക്കുന്ന സമയത്തും ഓക്സിജൻ്റെ സാച്ചുറേഷൻ ഒക്കെ കുറച്ച് താഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലത്തിമ്പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് ജോലിക്ക് പോകേണ്ട സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവേ അമ്മയെ നോക്കിക്കോണം, മാതാവിനെ ഏൽപ്പിച്ചിട്ട് പോവാം, ഞാൻ പോകുന്നതിന് മുമ്പേ സാച്ചുറേഷൻ എനിക്ക് 97 കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും മാതാവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഭയങ്കര ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുകയും
വീട്ടിൽ വന്ന് ഞാൻ അമ്മയുടെ സാച്ചുറേഷൻ നോക്കിയപ്പോൾ 97 കാണുകയും ഞാനിങ്ങനെ ശരിയാണെന്നറിയാം 1-2 പ്രാവശ്യം നോക്കുമ്പോഴും 97 തന്നെ കാണുകയും അങ്ങനെ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പള്ളികൾ സന്ദർശിക്കാറുണ്ട്. ഒരു ഏരിയയിൽ ആ പ്രദേശത്തെ പള്ളികളിലെല്ലാം കയറി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു രീതി ഞങ്ങൾക്ക് പണ്ട് തൊട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ കൊല്ലം സൈഡിൽ അങ്ങനെ പള്ളികളിൽ കയറി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദേവാലയത്തിൽ കയറി ഇറങ്ങിയ സമയത്ത് എനിക്ക് ശക്തമായിട്ട് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. മുല്ലപ്പൂവിൻ്റെ ഭയങ്കര സ്ട്രോങ് സ്മെല്ല് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഉടനെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ എന്നോട് അമ്മയ്ക്കും അങ്ങനെ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാൽ ശരി അടുത്ത് മുല്ലപ്പൂ എന്തെങ്കിലും കാണുമായിരിക്കും എന്ന് ഞാൻ ചുറ്റും നോക്കി. അപ്പം പക്ഷേ അവിടെ മുല്ലപ്പൂവിൻ്റെ മാല ഒന്നും ഉണ്ടായിരുന്നില്ല, പൂക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തിരിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് ദൂരെ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് എന്തോ മുല്ലപ്പൂവിൻ്റെ മാല പോലെ എന്തോ കിടക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവിടെ നിന്നായിരിക്കും, അവിടെയും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഞങ്ങൾ ദേവാലയത്തിൽ പോയി, പക്ഷേ മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പുറകിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അതൊരു പ്ലാസ്റ്റിക് മുല്ലപ്പൂവിൻ്റെ മാലയായിരുന്നു, ഒറിജിനൽ ആയിരുന്നില്ലത്. അപ്പോൾ പക്ഷേ മാതാവിൻ്റെ അടുത്ത് എത്തിയതും ആ സ്മെല്ല് പിന്നെ വരുന്നുണ്ടായിരുന്നില്ല, അത്രയും സ്ട്രോങ് സ്മെല്ല് പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അത് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വന്ന് ഇങ്ങനെ വണ്ടി കയറി ഡേറ്റൊക്കെ നോക്കിയപ്പോൾ അന്ന് ജൂലൈ 13-ാം തീയതി ആയിരുന്നു റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ മാതാവ് ഇങ്ങനെ എൻ്റെ തിരുനാളായിട്ട് എൻ്റെ രൂപം ഉണ്ടായിട്ട് ഇങ്ങനെ അടുത്ത് വരാതെ പോവാണോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ച് അവിടെ നിന്ന് മാതാവ് തന്നെ എന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും സാധിച്ചു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ കേരളത്തിന് പുറത്തേക്ക് എനിക്ക് ഒത്തിരി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതലും ഞാൻ തമിഴ്നാട്ടിൽ പോയി പത്രം കൊടുത്തിട്ടുണ്ട്, കർണാടകയിലും പോയി പത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന സമയത്ത് മിക്കവർക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എന്നോട് അധികം അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഇങ്ങനെ പുറത്ത് പോയി കൊടുക്കുന്ന സമയത്ത് അവർ പലവരും ഞാൻ കൊടുത്ത മിക്ക ആൾക്കാരും ആദ്യമായിട്ട് കേൾക്കുന്നവരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്താ ഇതെവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പം അവർക്കൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നാറുണ്ട്. യൂഷ്വലി ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ആദ്യം എനിക്ക് പത്രം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മാതാവിന് വേണ്ടി ചെയ്യുകയാണെന്ന് ആലോചിച്ചപ്പോൾ ആ സന്തോഷത്തിൽ എനിക്ക് ഒത്തിരി ആൾക്കാർക്ക് പത്രം കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തൊട്ട് പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വരുന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ എനിക്ക് ബൈബിൾ വായന ഭയങ്കര കുറവായിരുന്നു. ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു, കുർബാന കൂടുമായിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അപ്പം മിക്ക ദിവസങ്ങളും ദിവ്യബലികളിൽ എൻ്റെ MBBS പഠനകാലത്ത് തന്നെ പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ബൈബിൾ വായനയോ പേഴ്സണൽ പ്രെയറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ധ്യാനങ്ങൾ കൂടുന്ന സമയത്ത് അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് ബൈബിൾ വായിക്കും, പേഴ്സണൽ പ്രെയർ ഉണ്ടാവും. പക്ഷേ പിന്നെ 1-2 മാസം കഴിയുമ്പോഴത്തേക്കും ഞാനതങ്ങ് പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പേഴ്സണൽ പ്രെയറിൽ വളരാൻ സാധിച്ചു. അതുപോലെ തന്നെ ബൈബിൾ ഇപ്പം ഞാൻ ഈ ആഴ്ച 2ാമത്തെ വട്ടം ബൈബിൾ വായിച്ച് ഞാൻ തീർക്കും. അങ്ങനെ എനിക്ക് ആത്മീയമായി വളരുവാനായി സാധിച്ചു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയുടെ 10% എപ്പോഴും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനായി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അത് ഞാൻ ബോണ്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പേഷ്യൻസായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. ചെറിയ ഹോസ്പിറ്റലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരെ ഞാൻ സഹായിക്കുമായിരുന്നു, ആരും അറിയാതെ. ഒരു നേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ ഉള്ള സമയത്ത് സിസ്റ്ററിലൂടെ ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ നേരിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ആരംഭിക്കുന്ന സമയത്ത് മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് ഒത്തിരി അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു പ്രസൻസ് അത് ഒന്ന് എൻ്റെ കാര്യത്തിൽ ഈയിടയ്ക്ക് ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കാശ്മീർ പോവുകയുണ്ടായി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഹോഴ്സ് റൈഡിങ്ങിന് കയറിയിട്ട് അത് കയറുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കുതിര ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ ഓടും, നീ പേടിക്കണ്ട, ഒന്നും പറ്റില്ല എന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഞങ്ങളെല്ലാം കയറിയ സമയത്ത് എല്ലാവരും ഇങ്ങനെ പരസ്പരം നമ്മൾ വീഴുവോ അങ്ങനെ ഒരു ടെൻഷനായിരിക്കാം പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പം അങ്ങനെ ഒരു ടെൻഷനായിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇങ്ങനെ എൻ്റെ ആ ഒരു കുതിര കുറച്ച് നേരം പോയതിന് ശേഷം പെട്ടെന്ന് വേറൊരു കുറച്ച് ദൂരെയുള്ളൊരു കുതിരയുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് കുതിര ഓടി. അത് ശരിക്കും നോർമൽ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്ന ഒരാളുടെ സ്പീഡിലായിരുന്നു എൻ്റെ കുതിര ഓടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ശരിക്കും വീഴുമെന്ന് തന്നെയായിരുന്നു കരുതിയത്. ഞാൻ നന്നായി പേടിച്ചു. ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ മാതാവിനെയും കാവൽമാരെയും വിളിച്ചുകൊണ്ടായിരുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് എനിക്കിങ്ങനെ ഇല്ല, ഒന്നും പറ്റില്ല, ഞാൻ ശരിക്കും ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരുന്നു. വീണിരുന്നെങ്കിൽ താഴെ നിറച്ച് കല്ലുകളാണ്, എനിക്ക് ഹെഡ് ഇഞ്ചുറി സംഭവിക്കുമായിരുന്നു.
അങ്ങനെ ഞാൻ എന്തോ എന്നിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. മാതാവാണെന്നെ രക്ഷിച്ചതെന്നാണ് ഞാൻ കരുതിയത്. കാരണം നല്ല സ്പീഡിലാണ് പോയത്. ഉറപ്പായിട്ടും ഞാൻ തെറിച്ച് വീഴേണ്ടതായിരുന്നു. എങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്, ഒരു ബാലൻസ് ഇല്ലാതെ ഞാൻ ഇരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും കാശ് രൂപം ഉണ്ടാകും. ഇപ്പോഴും ഞാൻ കാശ് രൂപം പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സമയത്തായാലും എൻ്റെ ബാഗിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ കുതിര ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ സമയത്തായാലും ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഇറങ്ങാം, കാരണം ഒത്തിരി ഞാൻ ഒത്തിരി പേടിച്ചിരുന്നു അപ്പോഴേക്കും. പക്ഷേ ഉള്ളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഇനി ഒന്നും അപകടവും പറ്റില്ല, നീ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും മാതാവ് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു ഇടയ്ക്ക്. അതെൻ്റെ അമ്മ സാക്ഷ്യം പറയും. 2018 ഒക്ടോബർ 24 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് സുനിമോൾ വിൻസെൻ്റ്. അന്ന് തൊട്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ തുടരുന്ന ആളാണ്. ഇപ്പോൾ 2024 സിൽവർ ഉടമ്പടിയാണ് എനിക്ക്. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതായത് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ എന്നെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. വലിയ രീതിയിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഒരുപാട് സാർക്കോഡോസിസും ജോഗ്രൻസും ഉണ്ടായിരുന്ന ഞാനാണ്. അരമണിക്കൂർ ഒരു 10 മിനിറ്റ് പോലും നടക്കാൻ 5 മിനിറ്റ് പോലും നടക്കാൻ പറ്റാത്ത ഞാൻ ഇന്ന് ഒരു ദിവസം 9 മണിക്കൂർ യാത്ര ചെയ്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ യാത്രയുണ്ട് എനിക്ക്. ദൂരേക്ക് ട്രാൻസ്ഫറായി. എന്നിട്ടും വീട്ടിൽ നിന്ന് തന്നെ പോയി വരാമെന്ന് വിചാരിച്ച് പോയി വരാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു. ആ അസുഖത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അതുകൂടാതെ മോള് 2023 MBBS പാസ് ഔട്ടായത്. അതവൾ പറഞ്ഞില്ല. അപ്പോൾ എക്സാം എഴുതുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ടാണ് അവൾ എക്സാം എഴുതുന്നത്. അപ്പം ഞാനും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, കാര്യം ചെറിയ ആളാണല്ലോ. അപ്പോൾ ഒത്തിരി ഏജുള്ള ഡോക്ടേഴ്സൊക്കെ വന്ന് എക്സാം എഴുതുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അവരൊക്കെ പ്രൈവറ്റിൽ ജോലി ചെയ്ത് അവർക്ക് മടുത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവർക്കൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം കണ്ടിട്ട് കൃപാസന മാതാവ് ആ ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം നേരത്തെ എൻ്റെ സാക്ഷ്യത്തിലുണ്ടായിരുന്നു സഞ്ചാരി മാതാവും ഈശോയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് 3 ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവം എനിക്കുണ്ട്. അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ മാതാവിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇങ്ങനെ മാതാവ് നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊച്ചിന് ഈ ജോലി കൊടുക്കാനായിരിക്കുമല്ലോ. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ സീരിയസ് ആയിട്ട് എടുക്കണം, തമാശയായിട്ടല്ല, മാതാവ് ഈ ജോലി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് തന്നെ എനിക്ക് അതിൻ്റെ കൂടുതൽ അറിയില്ല, എങ്കിലും കുറേ ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ അവൾക്ക് IRHS ആണ് കിട്ടിയത്. അത് മാതാവ് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്നതിൻ്റെ അർത്ഥം അതായിരുന്നു എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. 17ാമത്തെ പ്രാവശ്യം കണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവമാണ്. ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അതായത് ഇളയ മകൾ കുസാറ്റിലാണ് പഠിച്ചിരുന്നത്. അവൾ BTech പഠിക്കുന്ന സമയത്ത് ഗ്രാജുവേഷൻ ഡേയിൽ ഞാനും ഹസ്ബൻഡും കൂടെ, മോള് ഹോസ്റ്റലിൽ തന്നെയാണ്, കോളേജിലാണ്, മൂത്തയാളും ഇല്ല, ഞങ്ങൾ രണ്ടും കൂടെ കുസാറ്റിലേക്ക് കയറി പോകുന്ന വഴിക്ക് കുസാറ്റിൽ നിന്ന് സൈഡിൽ നിന്ന് ഒരു വലിയ മരം മറിഞ്ഞ് ഞങ്ങളുടെ കാറിലേക്ക് വീണു. കാറിലേക്ക് വീണിട്ട് ഈ മരവും ഇത് എല്ലാം കാരണം ഫുള്ള് കണ്ണ് കാണുന്നേ ഇല്ല, ഫുള്ള് കവർ ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ കുറച്ച് പിള്ളേർ പുറത്ത് നിന്ന് ഓടി വന്നിട്ട് പേടിക്കണ്ട എന്ന് പറയുന്നത് അറിയാം. പെട്ടെന്ന് സ്റ്റക്കായി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ആ യൂണിഫോം കണ്ടപ്പോഴത്തേക്ക് കുസാറ്റിലെ പിള്ളേരെ വന്നതെന്ന് പിടികിട്ടി. എങ്കിലും മോളും ഫ്രണ്ട്സാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറേ കഴിഞ്ഞ് ഈ മരമെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് അപ്പോഴും മോളവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, ഇത് ഭയങ്കര ഭാഗ്യമാണ്, ഈ കാർ ഞങ്ങൾക്ക് തരുന്നോന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് നിൻ്റെ അപ്പന് ഭയങ്കര ലക്കാണ്, ലോട്ടറി എടുക്കണമെന്ന് പറഞ്ഞു. അത്ര പിള്ളേർ കണ്ടു നിന്ന പിള്ളേർ അത്രയും ഭാഗ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മുടെ കാറിൽ തന്നെ വീണത് കാര്യമായി. കാര്യം ഇതിനകത്ത് എപ്പോഴും കൃപാസന മാതാവിൻ്റെ കാശ് രൂപം കയ്യിലുണ്ടാവും. കാശ് രൂപം ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് വലിയൊരു ട്രാജഡി ആയേനേന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഇത് സാക്ഷ്യം പറയണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പ്രാർത്ഥിക്കുമ്പോൾ കാറിൻ്റെ മുകളിലേക്ക് ഒരു വെളുത്ത കൈ നീട്ടി ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അതായത് മാതാവ് വന്ന് ആ മരം തടഞ്ഞതാണ്. കാറിനൊരു പോറലില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. കുസാറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വലിയ മരം ഞങ്ങളുടെ കാറിലേക്ക് വീണിട്ട്. അതുപോലെ പ്രേക്ഷിതത്വം ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ശക്തിപ്പെടുത്തുക, ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. എവിടെ പോയാലും ചിലപ്പം കൊച്ചുമായിട്ട് അന്യസംസ്ഥാനത്തൊക്കെ പോകുമ്പോഴും ആ പത്രം തീർന്നു പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്, തീർന്നു പോയല്ലോ. അപ്പോൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കും. ഉടമ്പടി എടുക്കാത്തവരോട് ഉടമ്പടി എടുക്കാൻ പറയും.
പിന്നെ എല്ലാ സൺഡേയും എനിക്ക് പോകാൻ പറ്റാത്ത കാരണം ഞാൻ മിക്കവാറും മാസത്തിലൊക്കെ ഒരുമിച്ച് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക, ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യുക, അവിടെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ 6 വർഷമായി ഉടമ്പടിയിൽ തന്നെ എനിക്ക് തുടരാൻ പറ്റി. ഇനിയും അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. മിലേനിയ മരിയ വിൻസെൻ്റ് എന്ന ഡോക്ടർ ആണ് ഇപ്പോൾ നമ്മോട് സാക്ഷ്യം പങ്കുവച്ചത്. അതായത് ആ മകള് തൻ്റെ MBBS എക്സാമിൻ്റെ ഓരോ ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെയാണ് തൻ്റെ മമ്മി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ആളായിട്ട് മമ്മിയെ കണ്ട് മമ്മിയുടെ സാക്ഷ്യങ്ങളും അനുഭവവും ഒക്കെ ആ കുടുംബത്തിനുണ്ട്. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെയാണ് തൻ്റെ 3rd ഇയർ MBBS എങ്ങനെ തനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു, പിന്നീട് അങ്ങോട്ട് തൻ്റെ വിശ്വാസമൊക്കെ ക്രമേണ വർദ്ധിച്ചു വരുന്നതായും, അത് പിന്നീട് ഫൈനൽ ഇയർ, അതിനുശേഷം ഇപ്പോൾ UPSC എക്സാം, അതാണ് കൂടുതലായിട്ട് ഈ മകളിവിടെ പറയാനുണ്ടായ സാഹചര്യം അതാണ്. അതായത് ഇപ്പോൾ റെയിൽവേയിൽ ഡോക്ടറായിട്ട് താൻ ജോലി തനിക്ക് ലഭിച്ചു. അത് ഏറ്റവും നല്ല ഒരു പോസ്റ്റിങ്, നല്ല സാലറി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇവിടെ തൻ്റെ മമ്മി എങ്ങനെയാണ് തനിക്കൊരു മെൻറ്ററാകുന്നത്? അതായത് അമ്മ ഉടമ്പടി എടുത്ത് ഏകദേശം 6 വർഷത്തോളമായി ഉടമ്പടി ജീവിതം നയിക്കുന്ന കുടുംബം, ആ കുടുംബത്തിന് അറിയാം എങ്ങനെയാണ് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും ഒക്കെ കുടുംബത്തിന് എന്നും ജീവൻ തുടിക്കുന്ന അനുഭവമായിട്ട് നിലകൊള്ളുന്നതെന്ന്. അങ്ങനെ പല പ്രാവശ്യം അമ്മയെ സ്വപ്നം കണ്ടവരാണ്. അമ്മയുടെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. മമ്മിയും ഇവിടെ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് ആ മകൾ തന്നെ കാണുകയാണ്. തൻ്റെ മകള് എക്സാം എഴുതുമ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ പരിശുദ്ധ അമ്മ തെളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ തൻ്റെ മകളെ അമ്മ സെലക്ട് ചെയ്യുന്നു എന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി. പിന്നീട് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴുമൊക്കെ എല്ലാം വളരെ നല്ല രീതിയിൽ അമ്മ ക്രമീകരിക്കുന്നു എന്നും, അതുപോലെ ഈ മകൾക്കും സുഗന്ധാഭിഷേകം, അതുപോലെ അമ്മ തൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നതായിട്ട്. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:30 പറയുന്നുണ്ട്: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് നാം ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് സംസാരിക്കുന്ന അരൂപിയുണ്ട്. അരൂപിയുടെ സ്വരം തിരിച്ചറിയുന്നതിന് നാം നമ്മെ തന്നെ പാകപ്പെടുത്തണം. ആ പാകപ്പെടുത്തലുണ്ടെങ്കിൽ മാത്രമേ അരൂപികൾ ഏതൊക്കെ അരൂപിയാണ് നമ്മോട് സംസാരിക്കുക. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് പറയാറുള്ള ഒരു സെൻറ്റൻസാണ്. അതായത് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണോ, ദൈവത്തിൻ്റെ അരൂപിയാണോ, അതോ ദുഷ്ടാരൂപിയാണോ, ഇതൊക്കെ തിരിച്ചറിയണം. അപ്പോൾ ഈ മകൾക്കതൊക്കെ വെറുമൊരു തോന്നലായിരുന്നില്ല. താൻ പോകേണ്ട വഴിയെ തന്നെ ഈ മകളെ അരൂപി നയിച്ചു. ഒരു സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലില്ല. 10th മുതലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കോളേജിലാണ്. അപ്പോഴൊക്കെ താൻ അല്പം ഒരു മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, ഇതെങ്ങനെ നടക്കും. എന്നാൽ അമ്മ മാതാവ് അതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്കതൊക്കെ സഫലമാക്കിയത്. തൻ്റെ ഒരു സർട്ടിഫിക്കറ്റും, മേജറായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ല. അവിടെ അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: അമ്മേ, സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വരുമ്പോൾ അവർ ഇത് കാണാത്ത രീതിയിൽ അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും.
അതാണ് ഈ മകൾ സംസാരിച്ചത് അമ്മയോട്. പിന്നീട് പല പ്രാവശ്യവും അത് ആ സർട്ടിഫിക്കറ്റ് മൊത്തം അവർ നോക്കുന്നു ഓഫീസർ. എന്നാൽ ഈ മകളോട് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ, അത് മൊബൈലിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കരം, അത് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഇനി ആ ഒരു നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ വഴിയെ നാം തന്നെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? താനൊരു ഡോക്ടറാണ്, അങ്ങനെ പഠിക്കുന്ന മകളാണ്, അപ്പോൾ പോലും ഉടമ്പടിയോട് ഏറ്റവും വിശ്വസ്തത പുലർത്തുന്നു. തനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, അതുപോലെ കുംഭസാരം, ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞു, വീണ്ടും തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഉടമ്പടിയോടുള്ള ഒരു കൂറ് ഈ മകൾ കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കുക, പരിശുദ്ധ അമ്മ ഈ മകളെ ചേർത്ത് പിടിക്കാതിരിക്കുക? അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല, അതുപോലെ തനിക്ക് അസ്വസ്ഥത നൽകിക്കൊണ്ടിരുന്ന 5 വയസ്സിൽ തനിക്കൊരു സർജറിയിലൂടെ തൻ്റെ ചുണ്ടിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു അപകടത്തിലൂടെ. എന്നാൽ അതെല്ലാം പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്നു. അതിനൊരു ജനറൽ അനസ്തീഷ്യയൊക്കെ പറഞ്ഞ് അതിന് അങ്ങനെയൊരു സർജറിയാണ് വീണ്ടും അതിന് പറഞ്ഞത്. എന്നാൽ ഈ മകൾ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഇനിയൊരു ജനറൽ അനസ്തേഷ്യ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അതുപോലെ വലിയ ഒരു അപകടം തൻ്റെ കുടുംബത്തിനുണ്ടായത്, അതിൽ അമ്മയുടെ കരം എങ്ങനെയാണ് തൻ്റെ മമ്മി കാണുന്നത്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കരമാണ് ആ വലിയ ഒരു വൃക്ഷത്തെ തടഞ്ഞു നിർത്തിയത്. തങ്ങളുടെ കാറിന് തങ്ങൾക്ക് ഒരു പൊറൽ പോലും ഏറ്റില്ല എന്നൊക്കെ ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. എല്ലാറ്റിനും മുകളിൽ കർത്താവിൻ്റെ മഹത്വം ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. നമുക്ക് എല്ലായ്പ്പോഴും തണലേകുന്ന, നമ്മെ സംരക്ഷിക്കുന്ന വാഗ്ദാന പേടകമാണ് ഈശോയും അമ്മയും. ഈ കുടുംബത്തിനെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.